സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. 2025 ഞങ്ങളുടെ ചർച്ചിൽ, അതായത് ദുബായ് ജബലലി ചർച്ചിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കട്ട്ലേറ്റ് പ്രിപ്പറേഷൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതല്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 10 AM പള്ളിയിലെത്തി. ആ സമയത്തൊക്കെ തന്നെ വന്നതാണ് കേട്ടോ ഈ പിള്ളേരും. അതുങ്ങൾക്കൊരു ക്ഷീണമില്ല, ഒന്നുമില്ല. അതുങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഇവരിതെല്ലാം കണ്ട് പഠിക്കട്ടെ അല്ലേ, അടുത്ത തലമുറയ്ക്ക്, ഇനി വരാനുള്ള തലമുറയ്ക്കൊക്കെ ഇവർ വേണം കാണിച്ചു കൊടുക്കാനായിട്ട്. എനിവേ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാണ്ട്. ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്, ഒരു എൻജോയ്മെൻറ്റാണ്. എനിക്കിപ്പോൾ ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ റീൽസ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്താ ചെയ്യാത്തതെന്നറിയാമോ? കാരണം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുഖങ്ങളൊന്ന് എല്ലാവരുമൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ലോങ് ആയിട്ട് ചെയ്യണത് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന മുഖങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും സെയിം തന്നെയായിട്ട് നിങ്ങൾ പലതിൻ്റെ അകത്തും കാണുന്നുണ്ടാവും. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് തന്നെ 3 യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ കണ്ടു, കട്ട്ലേറ്റിന് വേണ്ടുന്ന പൊട്ടറ്റോ പൊടിക്കുന്നത് കണ്ടു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, പിന്നെ ചിക്കൻ പൊടിച്ചത്, സവാള അരിഞ്ഞത്, ഇതെല്ലാം ഇങ്ങനെ ഒരു വശത്തേക്ക് നടക്കുകയാണ് കേട്ടോ. ജോലിക്കാരാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ. അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലീവ് കാര്യങ്ങൾ ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ വന്നേക്കണത്. അപ്പോൾ ഞാൻ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ചിക്കൻ പൊടിച്ചെടുക്കണതാണ് ഈ കാണുന്നത്. ആ ചിക്കൻ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊടിയാതെ കിടക്കണം പീസുകളുണ്ടെങ്കിൽ അത് മാറ്റണതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കിച്ചൻ്റെ സൈഡിലേക്ക് ഒന്ന് പോവാം. ഉരുളിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അത് ഓരോ സാധനങ്ങൾ ഇനി വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി വരെ വഴന്നു. ഇനി അതിൻ്റെ അകത്തേക്ക് വേപ്പില ചെറുതായിട്ട്, നമ്മളിതെല്ലാം കൈ കൊണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതെല്ലാം വഴന്ന് വരണ അനുസരിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കട്ട്ലേറ്റിൻ്റെ കണക്കോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഞാനിത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേക്കണതായതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഉള്ളിയെല്ലാം വഴന്ന് വന്നപ്പോൾ നമ്മളിത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യണമെന്നറിയാമോ? ഇനി നമ്മൾ പതുക്കെ മിക്സ് ചെയ്യാമാണ്. കാരണം നമ്മുടെ ഉള്ളി വഴറ്റൽ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ നമ്മുടെ പൊടിച്ച ചിക്കനും ബാക്കിയുള്ള വഴറ്റിയെടുത്ത സാധനങ്ങളൊക്കെ ഇടയിൽ കൂടി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പാർട്ടാണ് ചെയ്യണത്. വഴറ്റേൻ്റെ അകത്തുനിന്ന് പകുതിയും ചിക്കൻ പൊടിച്ചതിൻ്റെ അകത്തുനിന്ന് പകുതിയും സാധനങ്ങളൊക്കെ ആയിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഇത് 2-3 ലെയറായിട്ടാണ് ഇത് ഇടുന്നത്. ഇതൊന്ന് നല്ലപോലെ കൈവച്ച് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മീതേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം, അതായത് പൊടിച്ച് വെച്ചേക്കണം പൊട്ടറ്റോയുടെ പകുതിയും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കും. വീണ്ടും ഈ പൊട്ടറ്റോ ചേർത്തിട്ട് നമ്മൾ ഈ മിക്സിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അവരത് അങ്ങനെ മിക്സ് ചെയ്യട്ടെ. നമുക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇവിടെ എന്താ നടക്കണതെന്ന് അറിയാമോ? കട്ട്ലേറ്റിലേക്ക് മുക്കാനുള്ള കട്ട്ലേറ്റ് മുക്കണത് ഇപ്പം മുട്ടയുടെ വെള്ളയിലേക്കാണല്ലോ. ആ മുട്ടയുടെ അകത്തുനിന്ന് മഞ്ഞക്കരുവും വെള്ളയും കൂടി വേർതിരിക്കണതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു. സമൃദ്ധിയായിട്ടുള്ള ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോണത് ഇതിൻ്റെ ബാക്കിലുള്ള സൺഡേ സ്കൂൾ ഹാളിലാണ്, ഈ ചർച്ചിൽ തന്നെയുള്ള. അവിടെ എല്ലാം റെഡിയാണ്, ടേബിൾ റെഡിയാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ ഊണ് കഴിഞ്ഞവരും ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് തുടങ്ങി എല്ലാ സാധനങ്ങളും ഇവിടെ വരണം. എന്നിട്ട് 2 ടേബിളിലായിട്ട് 2 സൈഡിൽ, അതായത് ടോട്ടൽ 4 റോയിൽ ഇരുന്നിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു 10-50 പേരുണ്ട് കേട്ടോ. എല്ലാവരും ക്യാപ്പും ഗ്ലൗസും ഒക്കെ ഇട്ട് റെഡി ആവാണ്. അതായത് ഇനിയിപ്പോൾ വേഗം പണികൾ നമ്മൾ മുറുക്കി പിടിച്ചില്ലെങ്കിൽ, ഇച്ചിരി മുമ്പോട്ടേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ രാത്രി ആയിപ്പോൾ. സാധാരണ നമ്മൾ 8 മണി 8:30 മണിയൊക്കെ ആവും ചില പ്രാവശ്യം പോകുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒട്ടും ലേറ്റായില്ല. 6 മണിയായപ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും തീർന്നു. ഇപ്പം ഞാൻ നിങ്ങളീ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ നമ്മുടെ പള്ളിക്കാർ മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഹിന്ദുക്കൾ വന്നിട്ടുണ്ട്, കാത്തലിക്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇത് കാണാൻ, ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനൊക്കെയാണ് അവർ വന്നേക്കണത് കേട്ടോ. സാധാരണ നമ്മൾ കൈകൊണ്ട് വാരിയിട്ടാണ് നമ്മളൊരു ചെറിയൊരു മെഷർമെൻറ്റ് മനസ്സിൽ കണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി ഞങ്ങൾ പള്ളിയിലൊരു അച്ഛൻ ഉണ്ടാക്കിയേക്കാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ അച്ഛൻ്റെ അകത്താവുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിലിരിക്കും. എന്നാൽ പോലും ചില സമയത്ത് നമ്മളിങ്ങനെ വാരി അതിലേക്ക് അമർത്തി വയ്ക്കുമ്പോൾ ചിലപ്പോൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും. അതൊക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റിനാക്കി എടുത്തതിന് ശേഷമേ കട്ട്ലേറ്റ് മുമ്പോട്ടേക്ക് വിടുകയുള്ളൂ. അങ്ങനെ അച്ചിൽ പ്രസ് ചെയ്ത കട്ട്ലേറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞുമ്പോൾ നമ്മൾ ഒന്നും കൂടി അതിനൊന്ന് പതുക്കെ അമർത്തി സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കും. അതിനുശേഷം അത് നേരെ ബ്രെഡ് ക്രംസിൻ്റെ അകത്തേക്ക് ഇടും. അതിങ്ങനെ പാസ് ചെയ്ത് അവസാനം ഫൈനൽ ഇതിലേക്ക് എത്തുമ്പോൾ അവിടെ ഷേപ്പ് ചെയ്തിട്ട് കട്ട്ലേറ്റുകളെല്ലാം നമ്മൾ ബോക്സിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഫിനിഷിങ്ങിലുള്ള കട്ട്ലേറ്റ് കുറച്ചങ്ങ് ആകുമ്പോഴേക്കും നമ്മൾ ബോക്സ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആണുങ്ങൾ കുറേ പേര് ബോക്സ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് അത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോക്സിലേക്ക് നമ്മൾ വെക്കുമ്പോൾ
കറക്റ്റ് നമ്പറിലും കറക്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ റോ എല്ലാം കറക്റ്റായിട്ടാണ് വെക്കണത്. അപ്പോൾ നമുക്ക് എണ്ണം തെറ്റില്ല. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് വെക്കണതും. ഒരാൾ ബുക്കിൻ്റെ അകത്ത് ഇതിൻ്റെ നമ്പർ മാത്രം എഴുതാനായിട്ട് ഓരോ ബോക്സും കഴിയുമ്പോഴും അതിൻ്റെ നമ്പർ എഴുതി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പ് കല്ലെടുക്കണ പോലെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ടേക്ക് പോകും. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ എല്ലാ പണികളും നമ്മളിതിപ്പോൾ തീർക്കാൻ പോവാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇത് 2 മക്കൾ കാലത്ത് ജോയിൻ ചെയ്ത ഇതുവരെ അവർക്ക് തളർച്ച ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡിയാക്കി നമ്മൾ ഫ്രീസർ വണ്ടിയിൽ കയറ്റി വെച്ചേക്കാണ്ട് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. 15-നാണ് ഹാർവെസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രീ ഹാർവെസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തലേ ദിവസം വന്നിട്ടിരുന്നാണ് നമ്മൾ ഈ പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പിടി ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ കണ്ടോ, കുഴയും കാര്യങ്ങളൊക്കെ പുറത്ത് കഴിഞ്ഞു. അത് ഞാൻ ഇനി അത് നിങ്ങൾ പിന്നീടൊക്കെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് തരുണിമണികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉഷാറോടുകൂടി എല്ലാവരും പണി ചെയ്യാനുണ്ട്. കുറേ പേർക്കൊന്നും ചിലരുടെയൊന്നും നാടുകളിൽ ഈ പിടി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പം ഞങ്ങളെല്ലാവരോടും കൂടിയിട്ട് അവരെ പിടി ഉരുട്ടാൻ കുറേ പേരൊക്കെ പഠിപ്പിച്ചെടുത്തു. ഇപ്പോൾ അവർ ഞങ്ങളൊക്കെ എക്സ്പെർട്ടുകളായി. കണ്ടോ, ഇത് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് പേര് പാസനേജിൻ്റെ വേറൊരു സെക്ഷനിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് പോയേക്കാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണിച്ചു തരാം. കാരണം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. ബാക്കിയുള്ളവർ കഷ്ടപ്പെടില്ല എന്നുള്ളതല്ല, അവർ വേറെ രൂപത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചില സമയത്ത് പറ്റണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് അവരൊന്നും വരാത്തത്. ഓരോ ട്രേ നിറയുമ്പോൾ 2 പേരും ഒന്ന് കളക്ട് ചെയ്യും. ഇവർ 2 പേരുമാണ് ഫുഡ് കോർഡിനേറ്റേഴ്സ്. ഒരു 3-4 മണിക്കൂറും കൂടി കഴിയുമ്പോഴേക്കും പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് AC റൂമിൽ വയ്ക്കണത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പ്രീ ഹാർവെസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കട്ട്ലേറ്റ് എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂപ്പൺ എടുക്കേണ്ടവർക്കൊക്കെ ഇവിടുന്ന് കൂപ്പൺ എടുക്കാം. ഇവിടുത്തെ സ്റ്റോളുകളിൽ കൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചിട്ട് വരാം. ഇത് പൊതിച്ചോറാണ് കേട്ടോ. ഈ പൊതിച്ചോറ് നമുക്ക് ഓടി ചെന്ന് മേടിക്കാൻ പറ്റില്ല. ഇത് ഓർഡർ ചെയ്തവർക്ക് മാത്രമേ പൊതിച്ചോറ് കൊടുക്കുകയുള്ളൂ. ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന പൊതിയുമാണ്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടോ. 2 വീട്ടമ്മമാർ, കൊച്ചു പിള്ളേരാണ്, 2 പേരും കൂടി ചേർന്ന് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു ബോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനാണ്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. വലിയ വിലയൊന്നുമില്ല, അഫോർഡബിളാണ്. നല്ല സാധനങ്ങളുണ്ട്. നിങ്ങൾ വരുമ്പോൾ അവരെയും കൂടി വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അവർ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് അവരും ആ ദിവസത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോളുകളിലൂടെ കൂടിയിട്ട് ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. ഇത് അപ്പം, ചിക്കൻ കറി, അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയൊക്കെ ഇടയും കൊടുക്കുന്ന സ്ഥലമാണ്. ഒന്നും തന്നെ ബാക്കി ഉണ്ടായില്ല കേട്ടോ. നമ്മളൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് മേടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പാത്രം കാലിയായിട്ടിരിക്കണതാണ് കണ്ടത്. എല്ലാ പ്രാവശ്യം നമുക്ക് നോൺ വെജ് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ഈ ചർച്ച് ബസാറിന്. പക്ഷേ ഇപ്രാവശ്യം വെജും കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി കറിയായിരുന്നു. ഇവരെല്ലാവരും അവരവരെ ഏൽപ്പിച്ചേക്കുന്ന സ്റ്റോളുകളിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം കുർബാന കഴിഞ്ഞ ആൾക്കാർ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടത്തിനും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൾക്കാർ വന്നാൽ ഇപ്പോൾ നല്ല ഭംഗിയായ രൂപത്തിൽ സെയിൽ നടക്കും. നല്ല തിരക്കുമായിരുന്നു. ഏത് ചർച്ച് ബസാറിനും ഞങ്ങളുടെ ഇസീനോ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എല്ലാത്തിനും ആദ്യം മേടിച്ച് കഴിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. ഈ ഫുഡ് പ്രിപ്പറേഷന് ഞങ്ങൾക്ക് ഒരുപാട് കപ്പിത്താന്മാരുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലവൻ എന്ന് പറയുന്നത് തോമസാണ്. അത് ഈ പിക്ചറിൻ്റെ അകത്ത് പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരനിവിടെ UAE ഗോൾഡൻ വിസയും കൂടി ഉള്ള ആളാണ്. അടുത്തത് പിടിയുടെ ഇറച്ചിയുടെയും കൂടി കൂടിയിട്ട് സ്റ്റോളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ കാണിച്ചു തരാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സംഭവം. ചിക്കൻ കറിയും അതുപോലെ തന്നെ പിടിയും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു, ഉള്ള കാര്യം പറയുകയാണ്, നല്ല അടിപൊളിയായിരുന്നു. പിള്ളേർക്കൊക്കെ കാരണന്മാർ നേരത്തെ തന്നെ ഓരോ ബുക്കുകൾ അങ്ങ് മേടിച്ച് കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാനായിട്ട്. ഇനി നാരങ്ങ വെള്ളം വേണ്ടവർക്ക് ഞാൻ അതില്ല എന്ന് പറയണ്ട. നല്ല 1-ാം തരം സോഡ നാരങ്ങയുണ്ട്, വെറൈറ്റി അച്ചാറുകളുണ്ട്. പിന്നെ ഈ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത തമുക്കെന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ ചൂടപ്പം പോലെ പടപടയെന്ന് വിറ്റങ്ങ് തീർന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡും ഏറ്റവും ആദ്യം തീർന്നത് ഫ്രൂട്ട് സലാഡും തമുക്കൊക്കെയാണ്. വീഡിയോ ഒത്തിരി നീണ്ടുപോയി. നിങ്ങളെല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ പള്ളിയിലെ ബസാറിന് വരണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.